ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പസ് ഇന്റർനാഷണൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UK അഡ്മിഷൻ ലെറ്റർ കിട്ടിയതിന് ശേഷം നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് UK അഡ്മിഷൻ ലെറ്റർ കിട്ടി അല്ലേ? UK പോകുന്ന പല സ്റ്റുഡൻസ് വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു സെക്ഷനാണ് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷമുള്ളൊരു പ്രൊസീജിയർ. നോർമലി അഡ്മിഷൻ ലെറ്റർ കിട്ടിയതിന് ശേഷം കുട്ടികൾ ഫിനാൻസ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെൻ്റ് അറേഞ്ച്മെൻറ്റിലേക്കാണ് പൊതുവേ പോവാറ്. പക്ഷേ വലിയ ഇഷ്യൂസിലേക്ക് അല്ലെങ്കിൽ പോലും നമ്മളിത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് ഭാവിയിൽ, അതായത് ഒരു ഫീ പേയ്മെൻറ്റിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാണുന്നത്. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം UK അഡ്മിഷൻ ലെറ്റർ വന്നതിന് ശേഷം. ഫസ്റ്റ് നമ്മൾ അതിൽ മെയിനായിട്ട് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലെറ്റർ അപ്ലൈ ചെയ്തു, അഡ്മിഷൻ ലെറ്റർ വന്നതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സിലേക്ക് തന്നെയാണോ അഡ്മിഷൻ വന്നേക്കണേ അല്ലെങ്കിൽ ഓഫർ ഇഷ്യൂ ചെയ്തേക്കണേ എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം പല കേസുകളിലും ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ഫീൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോഗ്രാമിലേക്ക് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും നോർമലി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നത്. എല്ലാ കേസിലല്ല, വളരെ കുറച്ച് ഓപ്ഷൻസിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. പക്ഷേ ഇത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ലോണോ അല്ലെങ്കിൽ ഫീ അറേഞ്ച്മെൻറ്റ് അതനുസരിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതും അല്ലെങ്കിൽ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കോഴ്സിലേക്കായിരിക്കും ചിലപ്പോൾ വരിക. എല്ലാ കേസിലും അല്ലെങ്കിൽ പോലും ചില മൈന്യൂട്ടായിട്ടുള്ള കേസുകളിൽ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഫീസിനെ കുറിച്ചൊക്കെ ഒരു എന്താ പറയുക ശ്രദ്ധയില്ലായ്മ കൊണ്ട് ചില ഇഷ്യൂസ് പിന്നീടാണെങ്കിൽ വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ഓഫർ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത അതേ പ്രോഗ്രാമിലേക്ക് തന്നെയാണോ അഡ്മിഷൻ വന്നതെന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്, നമ്മൾ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്തതിന് ശേഷം ആ യൂണിവേഴ്സിറ്റിയുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടീഷൻസ് പലതും ആയിരിക്കും. ചില കണ്ടീഷൻസ് എന്നൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ റെഫറൻസ് ലെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ IELTS ഒക്കെ ആയിരിക്കും. പക്ഷേ ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യേണ്ട ഡെഡ് ലൈൻസും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IELTS ഒക്കെയാണ് നമുക്ക് കണ്ടീഷൻ വരുന്നതെങ്കിൽ നമ്മൾ അതിന് മുമ്പേ കയറി ഫീസ് അടിച്ചു കഴിഞ്ഞാൽ IELTS നമ്മൾ ക്ലിയർ ചെയ്യുന്നില്ല എന്നെങ്കിൽ പിന്നെ നമ്മൾ ഒരു റീഫണ്ട് പ്രൊസീജിയറിലേക്ക് പോകണം. അതിൽ നല്ലത് എപ്പോഴും ഏതൊരു യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ഇഷ്യൂ ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ആ കണ്ടീഷൻസ് നോക്കുക. കണ്ടീഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ലാസ്റ്റ് സ്റ്റേജിലേക്ക് വേണം നമ്മൾ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടത് നമ്മൾ ഓഫർ ലെറ്റർ ചെക്ക് ചെയ്തു, അതേപോലെ ഓഫർ ലെറ്ററിന് ശേഷമുള്ള നമ്മൾ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കാസ്റ്റ് റിക്വയർമെൻറ്റ്. കാസ്റ്റ് റിക്വയർമെൻറ്റ് ചെല്ലുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ട്യൂഷൻ ഫീസ് അടയ്ക്കുകയാണ്. ട്യൂഷൻ ഫീസ് അടച്ചതിന് ശേഷം നമ്മൾ കാസ്റ്റ് പ്രൊസീജിയേഴ്സിലേക്ക് എൻട്രി ചെയ്യാം. ചില കുട്ടികൾക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് പേയ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ട്യൂഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ കാസ്റ്റ് പ്രൊസീജിയർ തീർന്നു എന്നാണ്. നോർമലി അങ്ങനെയല്ല. കാസ്റ്റ് പ്രൊസീജിയറിലെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ വരുന്നുണ്ട്. ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റും തമ്മിലൊരു ഇൻട്രാക്ഷൻ ആണ്. അതിൽ സ്റ്റുഡൻറ്റിന് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം കോഴ്സിനെ കുറിച്ച്, യൂണിവേഴ്സിറ്റിനെ കുറിച്ച്, അക്കോമഡേഷനെ കുറിച്ച്, ഫിനാൻസ് പാർട്ടിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവണം. ഈ കാസ്, അതായത് ഇതിനെ പ്രീ കാസ് ഇൻ്റർവ്യൂ എന്നും കൂടെ പറയും, അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ വേറൊരു പേരാണ്. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ പോലും ചില യൂണിവേഴ്സിറ്റീസ് ഫർദറായിട്ട് കാസ് ഇഷ്യൂ ചെയ്യാറില്ല. സോ ഈ പ്രീ കാസ് ഇൻ്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റി റീഫണ്ട് പ്രൊസീജിയറിലേക്ക് പോകും. അതായത് നമുക്ക് പിന്നീട് അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കാസ്റ്റ് പ്രൊസീജിയറിൽ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഫസ്റ്റ് ട്യൂഷൻ ഫീസ് പേയ്മെൻറ്റ്, നെക്സ്റ്റ് ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ, തേർഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ വെരിഫിക്കേഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടിച്ചു, ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് ആയിരിക്കും അടിക്കുന്നത്. അപ്പോൾ റിമൈനിങ് ട്യൂഷൻ ഫീസ്, അതായത് ഫസ്റ്റ് ഇയർ ആസ് പെർ ദി UKBA ഗവൺമെൻറ് നമ്മൾ റിമൈനിങ് ഫീസ്, അതായത് ഫസ്റ്റ് ഇയറിൻ്റെ എന്തെങ്കിലും റിമൈനിങ് ഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിമൈനിങ് ഫീസ് പ്ലസ് നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. അത് നമുക്കിപ്പോൾ സ്റ്റുഡൻറ്റ് ഓൺ അക്കൗണ്ടിലോ അതും അല്ലെങ്കിൽ പാരൻസിൻ്റെ അക്കൗണ്ടിലാണെങ്കിലും നമുക്ക് കാണിക്കാം. ഇപ്പോൾ പാരൻസിൻ്റെ അക്കൗണ്ടിലാണ് കാണിക്കണമെങ്കിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് അഡീഷണലി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പാരൻസിൻ്റെ ഒരു കൺസേൺ ലെറ്ററും നമ്മൾ വെക്കണം. ഈ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് നമ്മൾ വെക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പല യൂണിവേഴ്സിറ്റിയിൽ പല രീതിയിലാണ്. ചില യൂണിവേഴ്സിറ്റി ഇത് വെരിഫൈ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് പല രീതിയിലുള്ള ആക്സെപ്റ്റൻസ് മാത്രമേ പറ്റുള്ളൂ. ചിലരത് ലോണായിട്ടേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ലോൺ എന്ന് പറയുമ്പോൾ എല്ലാ ലോണല്ല, ദ ലോൺ ഷുഡ് ബി ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ഫിനാൻസ് പാർട്ടിൽ ലോൺ കൂടാതെ തന്നെ
നമുക്ക് സേവിങ്സ് അക്കൗണ്ടിലും കാണിക്കാം. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പാരൻസിനെയോ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഓൺ അക്കൗണ്ടിൽ കാണിക്കാം. പക്ഷേ പാരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഓൺ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുമ്പോൾ ഈ ഒരു ഫണ്ട് നമുക്ക് മിനിമം നമുക്ക് 28 ഡേയ്സ് മെച്ചുവേർഡ് ഫണ്ടായിരിക്കണം. 28 ഡേയ്സ് മോർ ദാൻ 28 ഡേയ്സ് ഉള്ള ഫണ്ടുകൾ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്യാഷ് ഇഷ്യൂ ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു കാൽക്കുലേഷൻ വേണം. അതായത് ഇപ്പോൾ ഒരു ഡെഡ് ലൈനിനോട് അടുക്കുന്ന ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുക. അതിൻ്റെ 28 ഡേയ്സ് മുമ്പേ തൊട്ടെങ്കിൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിലേക്കുള്ള കുറച്ച് ഇഷ്യൂസ് കോംപ്ലിക്കേഷൻസ് വരിക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിനാൻസ് പാർട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുമ്പോൾ 28 ഡേയ്സ് മെച്ചുവേർഡ് ഫണ്ട് എന്തായാലും നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ക്യാഷിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. ക്യാഷ് വരാൻ ഓൾമോസ്റ്റ് ഒരു 1 വീക്കൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സ് എടുക്കാം. ഇനി ക്യാഷ് ഇഷ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കണം, ക്യാഷിൽ നിങ്ങളുടെ എന്താ പറയുക പാസ്പോർട്ട് നമ്പർ, പേര്, ഇതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതപ്പം തന്നെ യൂണിവേഴ്സിറ്റി എടുത്ത് ഇൻഫോം ചെയ്ത് കറക്റ്റ് ചെയ്യുക. കാരണം ഇതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വിസ റെഫ്യൂസലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നോർമലി അങ്ങനെ വരാറില്ല, ബട്ട് സ്റ്റിൽ അത് സജസ്റ്റബിൾ ആണ്. നിങ്ങൾ ക്യാഷിൽ ഇഷ്യൂ ചെയ്തേക്കുന്ന എല്ലാ ഡോക്യുമെൻസും കറക്റ്റ് ആണോ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ കോഴ്സ്, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. സോ സ്റ്റുഡൻസ്, ഓഫർ ലെറ്റർ വന്നതിന് ശേഷം എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കണ്ടു അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇനി നിങ്ങൾക്ക് ഫർദറായിട്ട് എന്തെങ്കിലും യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചോ UK-യിലുള്ള കോഴ്സസിനെ കുറിച്ചോ വരുന്ന ഇൻടേക്കിൻ്റെ റൂൾ ചേഞ്ചസിനെ കുറിച്ചോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ കോമ്പസ് ഇൻ്റർനാഷണൽ ഹോട്ട്ലൈൻ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക.